ചെറിയ മൾട്ടി ടേൺ ട്രാൻസ്ഫോമറാണിത്. അപ്പോൾ അതിൽ ഒരുപാട് ലീഡുണ്ട്. അതിൽ ഈ രണ്ട് മഞ്ഞ ലീഡ് കാണുന്നത് നേരിട്ട് കറണ്ടിന് കൊടുക്കാനുള്ളതാണ്, 220 വോൾട്ട്. മറ്റുള്ള ലീഡുകൾ, അതായത് ഇതിൽ കറണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ലീഡിലും 1.5 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ വ്യത്യസ്തമായ വോൾട്ടേജുകളാണ് ലഭിക്കുക. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജ് ഏകദേശം DC വോൾട്ടല്ല, AC വോൾട്ടാണ് ലഭിക്കുന്നത്. അതിന് ചെറിയ ഒരു റെക്ടിഫയർ, അതായത് ഒരു 4 ഡയോഡും ഒരു ചെറിയ കപ്പാസിറ്ററും വെച്ചിട്ട് ഒരു റെക്ടിഫയർ ഉപയോഗിച്ചിട്ടാണ് ഒരു എലിമിനേറ്റർ ഉണ്ടാക്കുന്നത്. ഈ എലിമിനേറ്ററിൻ്റെ ട്രാൻസ്ഫോമറാണിത്. ഇതിലേകദേശം 1.5, 3 വോൾട്ട്, 4.5, 6, 7.5, 9, 12 വ്യത്യസ്ത വോൾട്ടാണ് ഇതിൽ ലഭിക്കുന്നത്. ഇതിൽ ഏകദേശം ഇതിന് നേരിട്ട് കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ലീഡുകളിൽ വരുന്ന AC വോൾട്ടേജാണ് ഇത്ര വോൾട്ടുകൾ. ഇതൊരു റോട്ടറി സ്വിച്ച് വഴിയാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഈ റോട്ടറി സ്വിച്ച് വഴി കൊടുക്കുമ്പോൾ ഏത് പോയിന്റിലാണോ നമ്മൾ എടുക്കുന്നത് ആ പോയിന്റിൽ ഉള്ള വോൾട്ടാണ് ഇതിൽ ലഭിക്കുക. ഉദാഹരണത്തിന് ഒരു 7.5 വോൾട്ടിലാണ് കിടക്കുന്നതെങ്കിൽ കറക്റ്റ് ആ 7.5 വോൾട്ട് മാത്രമേ ഇതിന് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള വോൾട്ടുകൾ ആ വ്യത്യസ്ത വോൾട്ടിൽ വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകളിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ഇത് മറ്റുള്ള കണക്ഷനിലേക്ക് ജോയിൻ്റ് ആകുന്നുള്ളൂ. അപ്പോൾ കണക്ഷൻ കറണ്ടിന് കൊടുക്കാനുള്ള കണക്ഷനാണിത്. ഈ വയർ നേരിട്ടിട്ട് കറണ്ടിന് കൊടുക്കാം. കറണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ പോയിന്റിലും ഓരോ വോൾട്ട് വരുന്നതാണ്. അത് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ഒരു അനലോഗ് മീറ്ററാണ് എടുത്തത്. അനലോഗ് മീറ്ററിൽ AC വോൾട്ടിലാണ് ഇടേണ്ടത്. AC വോൾട്ടിൽ ഇപ്പോൾ 50-ലിടാം, 10-ലിടാം. അപ്പോൾ ആദ്യം 10-ലിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന വോൾട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല തോന്നുന്നു. ഫസ്റ്റ് മീറ്ററിൻ്റെ ഒരു പ്രോബ് ഒരു ക്ലിപ്പുമായി കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്ററിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പ്രോബ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോ ലീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ലീഡിൽ എത്ര വോൾട്ടേജാണ് വരുന്നത് നോക്കാം. ലീഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 4 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4.5 വോൾട്ടിന് ലീഡാണ് ഈ ലീഡ് കാണിക്കുന്നത്. ഇനിയുള്ള ലീഡ് ഈ ലീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ലീഡിൽ ഏകദേശം 6 വോൾട്ടിനടുത്താണ് വരുന്നത്. ഇനി ഒരു മൂന്നാമത്തെ ലീഡുണ്ട്. ആ ലീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ട് ഏകദേശം 3 വോൾട്ട്. അപ്പോൾ ഏകദേശം ഈ 200 വോൾട്ടിന് താഴെയുള്ള വോൾട്ട് വരുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ഏകദേശം 1.5 വോൾട്ടിലാണ് ഈ ലീഡിൽ വരുന്നത്. അതേപോലെ 6 വോൾട്ടിൽ കൂടുതലുണ്ട്. ഏകദേശം ഈ ലീഡിൽ 7.5 വോൾട്ടാണ് ഇതിൽ വരിക. ഇനി വരുന്നത് 8 വോൾട്ടിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 200 വോൾട്ട് കറക്റ്റ് ലഭിക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 8-ൽ ഏകദേശം ഒരു 9 വോൾട്ട് വരും. ഇനിയുള്ളത് 12 വോൾട്ടിൻ്റെ ലീഡ് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. ചെക്ക് ചെയ്യുമ്പോൾ 50-ലിടുക, 50 ലിറ്റർ 12 വോൾട്ട് ചെക്ക് ചെയ്യുക. ഏകദേശം കറക്റ്റ് 12 വോൾട്ട്, അതിൽ കുറഞ്ഞും കൂടുതലും കാണിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
അത്യാവശ്യം സേഫ്റ്റി നോക്കിയിട്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കയ്യിൽ ടച്ചായി പോയാൽ ഷോക്ക് അടിക്കാൻ പ്രത്യേക സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ ഒരു റോട്ടറി സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വോൾട്ടിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ വോൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മറ്റുള്ള കണക്ട് ചെയ്യുന്ന റോട്ടറി കണക്ഷൻ കാണാത്തവർ കാണിച്ചു തരാം. ഇതൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സ്വിച്ച്, അതേപോലെ ചെറിയ ട്രാൻസ്ഫോമറാണ്. ഇപ്പോൾ അടുത്ത് കൂടുതലായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമർ അങ്ങനെ കാണാറില്ല. ഇതൊക്കെ ആദ്യം വാങ്ങിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഇതേപോലെ ഇതിന് ഉപയോഗിക്കുന്ന ഫിൽറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന 4 ഡയോഡ്, ഇത് IN4007 ഡയോഡാണ്. 4 ഡയോഡ്, അതുപോലെ ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ. ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ മൊത്തം ചെറിയൊരു ഇലുമിനേറ്റർ നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ അടുത്തായിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ബൈ.